അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉറച്ചൊരു തീരുമാനം ഉണ്ടെന്നുണ്ട് വെച്ചെങ്കിൽ ഞാൻ പഠിക്കും, എനിക്ക് ജോലി വേണം എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം ഉണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഉറക്കത്തിനൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പഠിക്കാനുള്ള സമയം വ്യത്യസ്തമായിരിക്കില്ലേ? ചില ആളുകൾക്ക് പകലായിരിക്കാം ബെറ്റർ ടൈം, ചില ആളുകൾക്ക് രാത്രി ആയിരിക്കാം ബെറ്റർ ടൈം. പക്ഷേ ഏത് സമയത്താണെങ്കിലും പഠിക്കുന്ന സമയത്ത് ഉറക്കം വരികയാണ്, പുസ്തകത്തിലേക്ക് നോക്കുമ്പോഴേ ഉറക്കം വരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ എപ്പോഴും പരാതി പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് പകൽ ഓരോരോ വർക്ക് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് വീട്ടമ്മമാർ അല്ലെങ്കിൽ മറ്റ് ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾക്കൊക്കെ പകൽ പഠിക്കാൻ ടൈം കിട്ടണില്ല. അപ്പോൾ അവർ ചൂസ് ചെയ്യുന്ന ടൈം തന്നെ രാത്രിയാണ്. ഒരു ജോലി എന്നുള്ളൊരു ഉറച്ചൊരു തീരുമാനം കൊണ്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നത്, പഠനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഉറക്കം കാരണം നമുക്ക് കൂടുതൽ ടൈം പഠനത്തിലേക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഉറക്കത്തിനൊന്ന് മാറ്റി നിർത്തിയിട്ട് നമുക്ക് കൂടുതൽ ടൈം പഠനത്തിലേക്ക് എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം, അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ നമുക്ക് ഉറക്കം മാറ്റി നിർത്തിയിട്ട് നമുക്ക് രാത്രി എങ്ങനെ കൂടുതൽ സമയം പഠിക്കാം, പഠനത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ എങ്ങനെ ഉറക്കത്തിനെ മാറ്റി നിർത്തിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പോയിന്റ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സുഖകരമല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പൊതുവേ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല നമ്മുടെ മനസ്സിന് സുഖമുള്ള അല്ലെങ്കിൽ നമുക്ക് നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന സ്ഥലം തിരഞ്ഞെടുക്കണം, നല്ല സുഖകരമായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം എന്നാണ് പറയുക. പക്ഷെ നമ്മൾ രാത്രി പഠനത്തിലേക്ക് ഇരിക്കുമ്പോൾ അത്ര സുഖമില്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കണം. അതായത് സുഖമില്ല എന്ന് മീൻസ് നമ്മൾ രാത്രി പുറത്ത് പോയിരിക്കണം അങ്ങനൊന്നല്ല. അതായത് നമ്മൾക്കിങ്ങനെ ചാരി ഇരിക്കുക, അല്ലെങ്കിൽ കാലും കൈയും ഇങ്ങനെ നീട്ടി ഒരു ചെരിഞ്ഞിരിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു പറ്റാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. അതായത് നമ്മുടെ ഒരു ചെയറിലിരിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിവർന്നിരിക്കാൻ മാത്രം പറ്റണം. ഇങ്ങനെ ചാരി കിടക്കാനൊന്നും പറ്റാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം രാത്രി നമുക്ക് ഉറക്കം വരും. ആ ഉറക്കത്തിനെ തരണം ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ അതുവരെ രാത്രി ഉറങ്ങുന്ന ആളുകളല്ലേ. അത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ നല്ല ചാരി സുഖമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റാച്ച നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉറക്കത്തിലേക്ക് പോകും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം നമ്മളിങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായ ഒരു രീതിയിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരില്ല. അപ്പോൾ നമ്മൾ പൊതുവേ കുറച്ചൊക്കെ ഒരു ശരീരത്തിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അനക്കമൊക്കെ നമ്മൾ തന്നെ സ്വയം ചെയ്യുമ്പോൾ ആ ഉറക്കം നമ്മളിൽ നിന്ന് വിട്ടുപോകും. നല്ല സുഖകരമായ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരിക ചെയ്യുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത്ര സുഖകരമല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അതായത് നമുക്ക് ഇരിക്കുമ്പോഴൊക്കെ അത്ര പെട്ടെന്ന് ഉറങ്ങി പോവില്ല, അങ്ങനത്തെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രാത്രി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് ഭക്ഷണം കഴിക്കുക, മിതമായ ആഹാരം കഴിക്കുക. അതായത് കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് കൂടുതൽ ക്ഷീണം വരികയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉറക്കത്തിലേക്കുള്ള ടെൻഡൻസി കൂടും. നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാനാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉറങ്ങിപ്പോകും. അത് നമ്മൾ ലേറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അതായത് 2 ചപ്പാത്തിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലേറ്റായിട്ട് കഴിക്കാം. കഴിയുന്നതും രാത്രി ചോറ് ഒഴിവാക്കുക. ലേറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ വല്ല ഫ്രൂട്ട്സ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇരുന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ശരീരം ക്ഷീണിക്കാതെ നമുക്ക് കൂടുതൽ സമയം രാത്രി ഇരുന്ന് പഠിക്കാനൊക്കെ സാധിക്കും. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ഥലം. നേരത്തെ പറഞ്ഞു കുറച്ച് നമ്മുടെ അത്ര സുഖകരമല്ലാത്തൊരു സ്ഥലം വേണമെന്നുള്ളത്. സുഖകരമല്ലാത്ത സ്ഥലം എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇരുത്തത്തിലൊക്കെ ഉള്ളൊരു കാര്യമാണ് കേട്ടോ. അതായത് നമ്മൾ ചാരി ഇരുന്നാലൊക്കെ ഉറക്കം വരും, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതുപോലെ നമ്മൾ ഇരിക്കേണ്ട സ്ഥലം എന്ന് വെച്ചെങ്കിൽ നല്ല വെളിച്ചമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക. അതായത് നമ്മൾ അധികവും പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചം മാത്രമാണ് നമ്മൾ എന്താ പറയുക കാണണമെങ്കിലേ. അതല്ലാതെ നല്ല ബ്രൈറ്റ് തോന്നിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഉറക്കത്തിലേക്കുള്ള ആ ഒരു ടെൻഡൻസി കുറയും. പൊതുവേ രാത്രിയാണ് ഒരു ഡാർക്ക്നെസ് ഇതൊക്കെ കൊണ്ട് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉറക്കം വരും. അപ്പോൾ നല്ല വെളിച്ചമുള്ള നല്ല പ്രകാശത്തിലിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക രാത്രി പഠിക്കുമ്പോൾ കേട്ടോ. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ജാഗ്രതയോടെ നമ്മുടെ ശരീരം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മൊത്തം പഠിപ്പിലേക്കാണ്. അതുകൂടാതെ നമ്മുടെ ശരീരത്തിലേക്ക് കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ പഠിത്തത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കൈയൊക്കെ ഇങ്ങനെ വെക്കൂലേ, കൈ ഇങ്ങനെ വെക്കും, പിന്നെ കൈ ഇങ്ങനെ ആവും, പിന്നെ നമുക്ക് പതുക്കെ ഉറക്കം വരും, നമ്മളിങ്ങനെ ഉറങ്ങി തൂങ്ങി വീഴും. അപ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും അലേർട്ടായിരിക്കണം. ഞാൻ കൈ ഇങ്ങനെ വെച്ചിരിക്കില്ല, എവിടെയെങ്കിലും ഇങ്ങനെ
ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ പോയി. അപ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെരിഞ്ഞ് പോകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾക്ക് ആ ഉറക്കത്തിലേക്കുള്ള ആ ആ വീഴ്ച നമുക്ക് ഇല്ലാതാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ജാഗ്രതയോട് കൂടിയിട്ട് നമ്മുടെ ശരീരം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അടുത്തൊരു സ്റ്റെപ്പ് എന്നുള്ളത്, അടുത്തൊരു പോയിന്റ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, നമ്മുടെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് രാത്രി ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പകൽ പഠിക്കാൻ ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഇപ്പോൾ ഒരു 10 മണി മുതൽ 1 മണി വരെ 2 മണി വരെ നമ്മൾ പഠിക്കേണ്ട ടൈം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് കുറച്ച് എന്താ പറയുക, ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് കുറച്ച് നേരം നോക്കുക. അപ്പോൾ അത് വായിച്ചിട്ട് നമുക്കൊന്നും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരിക, ബോറിങ് തോന്നുകയെന്നുണ്ടെങ്കിൽ അത് മാറ്റി നമുക്ക് ഏത് സബ്ജക്റ്റാണ് ഇഷ്ടം വെച്ചെങ്കിൽ ആ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ബോറിങ് മാറ്റി നമുക്ക് ഉറക്കത്തിന് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പിന്നീടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി വെള്ളം കുടിക്കുക. നമ്മൾ പഠിക്കുന്ന ടേബിളിൻ്റെ മേലെ ഒരു കുപ്പി വെള്ളം കൂടി നിൽക്കുക, 1 ലിറ്ററിൻ്റെയോ 1.5 ലിറ്ററിൻ്റെയോ വെള്ളം കൂടി നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് വെള്ളം നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വെള്ളം അങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റിട്ട് നമ്മൾ ബാത്റൂമിൽ പോകും. അപ്പോൾ നമുക്ക് ആ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു ചടവ് മാറും. ഇടയ്ക്കിടയ്ക്ക് എണീക്കുമ്പോൾ നമ്മുടെ ഉറക്കത്തിൻ്റെ ആ ഒരു കാര്യം നമ്മളിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ നമ്മൾ നന്നായി ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും നമ്മുടെ ബെഡ്റൂമിൽ നിന്നിട്ട് പഠിക്കാതിരിക്കുക. കാരണം ബെഡ്റൂമിൽ നമ്മൾ പഠിക്കുകയാണ്, നമ്മുടെ ബെഡ് നല്ല ബെഡ്ഷീറ്റ്, നല്ല ഭംഗിയുള്ള ഷീറ്റൊക്കെ വിരിച്ചിട്ട് നല്ലൊരു ആംബിയൻസ്, നല്ല കാറ്റൊക്കെ കിട്ടണം. അങ്ങനെയൊക്കെ വരികയെന്ന് വെച്ചെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബുക്ക് അടച്ചിട്ട് ബെഡിൽ പോയി കിടന്നുറങ്ങാൻ തോന്നും. അപ്പോൾ നമ്മൾ കഴിയുന്നതും ബെഡ്റൂമിൽ നിന്ന് പഠിക്കാതിരിക്കാൻ നോക്കുക. കാരണം ബെഡൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിടക്കാനാണ് തോന്നുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുക. നമ്മുടെ ലാസ്റ്റ് പോയിന്റാണ് എഴുതി പഠിക്കുക എന്നുള്ളത്. എഴുതി പഠിക്കാൻ മീൻസ് നമ്മളിപ്പോൾ ഒരു PSCക്ക് ഒരു റാങ്ക് ഫയൽ പഠിക്കുമ്പോൾ ആ റാങ്ക് ഫയൽ മൊത്തം നമുക്ക് എഴുതി പഠിക്കാൻ പറ്റില്ലല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം നോക്കണതിൻ്റെ ആ ചോദ്യം നോക്കുക, ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളിങ്ങനെ എഴുതുക. ലാസ്റ്റ് നമ്മളിപ്പോൾ 10 ചോദ്യത്തിൻ്റെ ആൻസർ ഒരു ഷീറ്റിൽ എഴുതിയെന്ന് വിചാരിക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ആ ക്വസ്റ്റ്യൻ നമ്മൾ മാറ്റി വയ്ക്കുക. ക്വസ്റ്റ്യൻ മാറ്റി വെച്ചിട്ട് ഈ ആൻസർ നോക്കുക. ഈ ആൻസറിൽ 1 മുതൽ 10 വരെ നമ്മൾ ആൻസർ എഴുതിയിട്ടുണ്ട്. ആ 10ാമത്തെ ആൻസർ നോക്കുക. എന്നിട്ട് അതിൻ്റെ ചോദ്യം എന്തായിരുന്നു എന്നുള്ളത് ആലോചിക്കുക. നമ്മൾ വേറെ ചോദ്യം നോക്കുക, ഉത്തരം എഴുതുക, അങ്ങനെയല്ലേ എഴുതുക. ഇനി ഉത്തരം നോക്കിയിട്ട് അതിൻ്റെ ചോദ്യം കണ്ടുപിടിക്കുക. അങ്ങനെ പഠിക്കണതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്തരം ചോദ്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ്. സോറി, അതിൻ്റെ ആൻസർ ചോദ്യം നമ്മൾ മറക്കില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇങ്ങനെ ഇത്തരത്തിൽ എഴുതി പഠിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ പോയിന്റുകളുള്ളത്. ഇനി നമ്മൾക്ക് ഇതൊക്കെ എല്ലാ പോയിന്റുകളും നോക്കി ഇനിയും നമുക്ക് ഉറക്കം വരികയാണ്, പഠിക്കാൻ തോന്നണില്ല എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുസ്തകമൊക്കെ അടച്ചു വെക്കുക. പുസ്തകമൊക്കെ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിരുന്നിട്ട് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, എന്തിനാണ് നമുക്കൊരു ജോലി, ആ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിലുള്ള നമ്മുടെ ആ ഒരു ടൈം ഉണ്ടല്ലോ. നമ്മളൊരു ജോലി കിട്ടി, നമ്മൾ ജോലിക്ക് പോവുകയാണ്, ഒരു PSC ഒക്കെ പഠിച്ച് നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ ആ ഒരു സമൂഹത്തിൽ നമുക്കുണ്ടാവുന്ന ആ ഒരു നിലയും വിലയും എന്നൊക്കെ പറയില്ലേ, അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് സ്വപ്നം കാണുക. മറ്റുള്ളവരെ മുന്നിൽ നമ്മളൊന്ന് വലുതായി നിൽക്കുന്ന ഒരു സ്വപ്നം കണ്ടു നോക്കുക. സ്വയം നമ്മളിങ്ങനെ കണ്ണടച്ച് കണ്ടു നോക്കുക, നമ്മൾ ഉൾക്കണ്ണിൽ കാണുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പഠിക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉറച്ചൊരു തീരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കും, എനിക്ക് ജോലി വേണം എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം ഉണ്ടെന്നുവെച്ചെങ്കിൽ നമുക്ക് ഉറക്കത്തിനൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. എന്നിരുന്നാലും ഉറക്കം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട ഘടകങ്ങളിൽ ഒന്നാണല്ലേ. അപ്പോൾ ഉറക്കത്തിന് വേണ്ട ഒരു ടൈം നമ്മൾ കണ്ടുപിടിക്കുക, പഠനത്തിന് വേണ്ട ഒരു ടൈം നമ്മൾ കണ്ടുപിടിക്കുക. ഇതെല്ലാം നമ്മൾ സ്വയം കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ജയിച്ച് മുന്നേറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും വിജയിക്കണം, പഠിക്കണം, പഠിച്ചൊരു ജോലി കിട്ടണം എന്നുള്ളൊരു ചിന്തയൊക്കെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള ഉള്ളിലൊരു വിശ്വാസമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി, നമസ്കാരം.